ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗൂഗിള് കൺമണിയെ കാണാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് കൺമണിയോട് ചോദിക്കുകയാണ്, ഈ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇനി നമ്മൾ എന്താ ചെയ്യുക? സൈക്കോ വരുൺ ഏർപ്പാടാക്കിയതായിരിക്കുമല്ലേ? ഇതെല്ലാം കേട്ടിട്ട് അപ്പയ്ക്ക് എന്താ ഒരു പേടിയുമില്ലാതെ ഇങ്ങനെ കൂളായിട്ട് നിൽക്കുന്നത്? എന്താണ് അപ്പ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുകയാണ്, ഞാൻ കൂളൊന്നല്ലടാ, എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ക്രിഷ് സാറ് ഇതുവരെ വിളിച്ചിട്ടില്ല, ഞാൻ വിളിച്ചിട്ടോട്ട് ഫോൺ എടുക്കൊന്നുമില്ല. എന്താന്ന് എനിക്കറിയില്ല. പിന്നെ നീ പേടിക്കുന്നത് പോലെ പോലീസുകാർ പ്രൊട്ടക്ഷന് വന്നിട്ടുണ്ടെങ്കിലും അവരൊന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല. കാരണം കണ്ണമ്മ പോലീസിൻ്റെ ആളുകളാണ് ആ വത്സല മേഡം. ആ വത്സല മേഡം എന്നോട് വന്നിട്ട് സംസാരിച്ചു. അനിരുദ്ധ് സാറിന് വരുൺ കൊടുത്ത പരാതിയുടെ മേലെ വന്നിരിക്കുകയാണ് വത്സല മേഡം. അല്ലാതെ വത്സല മേഡത്തിന് എന്നോട് ദേഷ്യമൊന്നുമില്ല. കണ്ണമ്മ പോലീസിൻ്റെ ആളാണ് വത്സല മേഡം. എന്നോട് വന്നിട്ട് ഇപ്പോൾ സംസാരിച്ചിട്ട് പോയതേ ഉള്ളൂ, അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ലയെന്ന് കൺമണി പറയുകയാണ്. അപ്പോൾ ഗൂഗിള് പറയുകയാണ്, സമാധാനമായി അപ്പം വേഗം ഇതെല്ലാം ക്രിഷ് സാറിനെ വിളിച്ച് എന്ന് പറയുമ്പോൾ കൺമണി പറയുകയാണ്, വിളിച്ചു എടാ, പക്ഷെ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഗൂഗിള് കൺമണിയോട് പറയുകയാണ്, ക്രിഷ് സാറ് ചിലപ്പോൾ ഉറങ്ങിപ്പോയതായിരിക്കും, അപ്പേ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വിളിക്കുക എന്ന് പറയുന്നു. അപ്പോൾ കൺമണി പറയുകയാണ്, ഇതൊന്നല്ലടാ, വേറെ എന്തോ ആണ്. ക്രിഷ് സാറ് ഇത്ര നേരമൊന്നും ഉറങ്ങാറില്ല, എന്തു പറ്റിയാവോ എന്നൊക്കെ കൺമണി ഗൂഗിളിനോട് പറയാണ്. അപ്പോൾ ഗൂഗിള് കൺമണിയോട് പറയാണ്, ഇനി ഒരു പ്രാവശ്യം കൂടി അപ്പം വിളിച്ചു നോക്ക്, ക്രിഷ് സാറ് ചിലപ്പോൾ എടുക്കും എന്ന് പറഞ്ഞിട്ട് ഗൂഗിള് ഫോൺ എടുത്ത് കൺമണിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ കൺമണി ഗൂഗിളിനോട് പറയാണ്, ലാസ്റ്റാണ്, ഇനി ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ പിന്നെ വിളിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൺമണി കൃഷിനെ ഫോൺ വിളിക്കുകയാണ്. കൃഷി ആണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ട് പെട്ടെന്ന് കൃഷി എഴുന്നേറ്റിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. കൃഷി കൺമണിയോട് പറയാണ്, ഹലോ കൺമണി, സോറി, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി എന്ന് പറയുന്നു. അപ്പോൾ കൺമണി കൃഷിനോട് പറയാണ്, ആ സാർ സുഖല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് കൺമണി ചോദിക്കുമ്പോൾ കൃഷി, സോറി കൺമണി, ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി, ഇവിടെ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയണേ, ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാവാനാ, പോലീസ് കാവലുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത് എന്ന് കൺമണി കൃഷിനോട് പറയുമ്പോൾ കൃഷി ചോദിക്കുകയാണ്, എന്താ കൺമണി, പോലീസ് കാവലോ, എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, വരുൺ കൊടുത്ത പരാതിയിൽ അനിരുദ്ധ് സാറ് പോലീസ് പ്രൊട്ടക്ഷൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ കല്യാണം നടക്കുന്നത് വരെ എൻ്റെ കൂടെ പോലീസ് പ്രൊട്ടക്ഷനും ഉണ്ടാവും. പക്ഷേ സാറ് പേടിക്കണ്ട, ഡ്യൂട്ടിക്ക് വന്ന മേഡം കണ്ണമ്മ പോലീസിന്റെ ആളാണ്, അതുകൊണ്ട് അവര് എന്നെ ഒന്നും പറയില്ല. ഇരിക്കട്ടെ, സാറിന്റെ പ്ലാൻ എന്താ ഇനി എന്ന് ചോദിക്കുകയാണ് കൺമണി. അപ്പോൾ കൃഷി പറയാണ്, കൂടുതലൊന്നും ആലോചിക്കാനുള്ള കൺമണി, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞിട്ട് കൃഷി ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ പോവുകയാണ്. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം കൺമണിയോട് ഗോകുല് പറയാണ്, അപ്പ ഇനി ഒന്നും ആലോചിക്കാനില്ല, കൃഷ് സാറ് വരുമ്പോൾ സാറിൻ്റെ കൂടെ അപ്പ പോയിക്കോ എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, അങ്ങനെ പെട്ടെന്നൊന്നും പോവാൻ പറ്റില്ലടാ, ആദ്യം സാർ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുകയാണ്. അതിനുശേഷം കൃഷി കൺമണിയെ കാണാൻ വേണ്ടി പോവാൻ നിൽക്കുമ്പോൾ ആൻറ്റിയമ്മ കൃഷിനെ വിളിച്ചുകൊണ്ടുവരികയാണ് മാനസിയുടെ റൂമിലേക്ക്. എന്നിട്ട് ആൻറ്റിയമ്മ മാനസിയോട് പറയാണ്, ഇതാ മോളെ, നിന്റെ ആളെത്തി, നീ ഇവൻ നോക്കിക്കോളും നിന്നെ, എന്ത് അസുഖമുണ്ടെങ്കിലും കൂട്ടിയിരിക്കാൻ ഒരു ആള് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ആശ്വാസം കിട്ടും. അതുകൊണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ ഇനി കൃഷി ഏറ്റെടുക്കും, ഞാനിനി ഒരു സ്വർഗത്തിലെ കട്ടോറുമ്പാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയമ്മ പോവുകയാണ്. മാനസ അപ്പോൾ കൃഷിനോട് പറയാണ്, താങ്ക് യു കൃഷ്, താങ്ക്സ് എ ലോട്ട്, ഞാൻ കാരണം കൃഷിന് ബുദ്ധിമുട്ടായല്ലേ എന്ന് മാനസ കൃഷിനോട് ചോദിക്കുമ്പോൾ കൃഷി പറയാണ്, എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന്. മാനസ കൃഷിനോട് പറയുകയാണ്, സോറി കൃഷ് എൻ്റെ കൂടെ കുറച്ചു നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പനിയൊക്കെ പെട്ടെന്ന് തന്നെ മാറും. കൃഷി എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുമോ, ആ ഉപ്പ് തുണി എടുത്തിട്ട് എൻ്റെ തലയിലൊന്ന് ഇട്ട് തരുമോ, പെട്ടെന്ന് തന്നെ പനിയും തലവേദനയൊക്കെ മാറും എന്ന് പറയുമ്പോൾ കൃഷി ആ ശരി എന്ന് പറഞ്ഞിട്ട് ഉപ്പ് തുണി നനച്ച് മാനസയുടെ നെറ്റിയിൽ വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് മാനസ കൃഷിനോട് പറയാണ്, കൃഷ്, ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ നമ്മളെ ചികിത്സിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഫലം കിട്ടും നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളെ ശുശ്രൂഷിക്കുമ്പോൾ. കൃഷ്, നിനക്ക് തണുക്കുന്നുണ്ടോ? എനിക്കെന്തോ അന്തരീക്ഷത്തിൽ നല്ല തണുപ്പുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് വളരെ നന്നായി തണുക്കുന്നുണ്ട്, നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയോ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി, എൻ്റെ തണുപ്പൊക്കെ കുറയും എന്ന് പറയുകയാണ്. കൃഷി മനസ്സില്ലാ മനസ്സോടെ മാനസയെ ചേർത്ത് പിടിക്കുകയാണ്. മാനസ അപ്പോൾ കൃഷിനെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്.
മാനസിക്ക് വളരെ സന്തോഷമാവുന്നുമുണ്ട്. അപ്പോഴേക്കും കൃഷിന്റെ ഫോണിലേക്ക് കൺമണി വിളിക്കുകയാണ്. എന്നാൽ മാനസ കൃഷിനെ പിടിവിടാതെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് കൃഷിന് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതേ സമയം കൺമണി കോള് കിട്ടാത്തതേ തുടർന്ന് ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് ഗോകുലിനോട് കൺമണി പറയുകയാണ്, ഈ കൃഷ് സാറിന് ഇത് എന്തു പറ്റി, ഇത് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഗോകുൽ കൺമണിയോട് പറയുകയാണ്, സാറ് ചിലപ്പോൾ ഡ്രൈവ് ചെയ്യായിരിക്കും അപ്പേ എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, എല്ലാം കൂടി എനിക്ക് ഭ്രാന്താവുന്നുണ്ട്. കൃഷ് സാറിനോട് എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുക എന്നൊക്കെ കൺമണി ഗോകുലിനോട് പറയാണ്. അപ്പോൾ ഗോകുല് കൺമണിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഗോകുല് കൺമണിയോട് ചോദിക്കുകയാണ്, അപ്പയുടെ തീരുമാനം ഇനി എന്താ, കൃഷ് സാറ് വന്ന് വിളിച്ചാൽ അപ്പ കൂടെ പോവോ? കൂടെ പോയേ പറ്റൂ അപ്പേ, വത്സല മേഡവും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്, അപ്പ ഇവിടെ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, അങ്ങനെ എനിക്ക് പോകാൻ പറ്റൂടാ, എൻ്റെ അച്ഛൻ്റെ സ്ഥിതി എന്താവും, ഞാൻ പോവുകയാണെങ്കിൽ എനിക്കത് എന്നേ പോവാമായിരുന്നു, ഞാനിനി പോയി കഴിഞ്ഞാൽ വരുണും ഏട്ടനും ഏട്ടത്തിയും എല്ലാവരും കൂടി അച്ഛനെ കുത്തിപ്പറിക്കും എന്ന് കൺമണി പറയാണ്. അപ്പോൾ വീണ്ടും ഗോകുല് കൺമണിയോട് പറയാണ്, അപ്പ തൽക്കാലം ഇവിടുന്ന് രക്ഷപ്പെട്, അച്ഛനും അത് തന്നെയായിരിക്കും ഇഷ്ടമെന്ന് ഗോകുല് കൺമണിയോട് പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരികയാണ്. ധനലക്ഷ്മി ഗോകുലിനോടും കൺമണിയോടും ചോദിക്കാണ്, എന്താ ഇവിടെ ഒരു ഗൂഢാലോചന, എന്താ ഗോകുലെ നിനക്ക് പഠിക്കാനൊന്നുമില്ലേ, പിന്നെ വത്സല മേഡത്തെ അറിയാലോ, ഇവിടെ ഇപ്പൊ ഫുൾ പോലീസ് കാവലാണ്, ആരും അങ്ങനെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട, ഞാനും വത്സല മേഡവും ഇപ്പൊ നല്ല കട്ട കമ്പനിയാണ് എന്ന് ധനലക്ഷ്മി പറയുമ്പോൾ ഗോകുലിന് നല്ല ചിരി വരുന്നുണ്ട്. എന്നിട്ട് ഗോകുല് പറയാണ്, വിഘ്നേശ്വരൻ രക്ഷിക്കും അമ്മേ എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയാണോ, ഓ വിഘ്നേശ്വരന് അതാണല്ലോ പണി, ഇവളെ എന്നും രക്ഷിക്കാനാണല്ലോ വിഘ്നേശ്വരന് ഇരിക്കുന്നത്, വലിയ ആൾക്കാർ സംസാരിക്കുന്നിടത്ത് നിനക്ക് എന്താടാ കാര്യം, പോയി പഠിക്കടാ എന്ന് പറഞ്ഞിട്ട് ഗോകുലിന്റെ ചെവി തിരിച്ചു പിടിച്ചിട്ട് ഗോകുലിനെ ധനലക്ഷ്മി പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം ധനലക്ഷ്മി കൺമണിയോട് പറയാണ്, അരുൺ വാങ്ങിച്ചു തന്ന ഡ്രസ്സൊക്കെ നീ ഇട്ടു നോക്കിയായിരുന്നോ കൺമണി, അതൊക്കെ ഒന്ന് ഇട്ടു നോക്കിയിട്ട് പാകമല്ലെങ്കിൽ അതൊക്കെ ഓൾട്ടർ ചെയ്യണം എന്നൊക്കെ ധനലക്ഷ്മി പറയുമ്പോൾ കൺമണി പറയാണ്, അതൊക്കെ ഏട്ടത്തി തന്നെ അങ്ങോട്ട് ഇട്ടു നോക്കിയാൽ മതിയെന്ന്. അപ്പോൾ ധനലക്ഷ്മിക്ക് ദേഷ്യം വന്നിട്ട് ധനലക്ഷ്മി പറയുന്നുണ്ട്, നീ എന്താടി എന്നോട് തറുതല പറയുന്നോ എന്ന് പറഞ്ഞിട്ട് കൺമണിയെ തല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വത്സല മേഡം വരികയാണ്. വത്സല മേഡം എന്നിട്ട് ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുന്നുണ്ട്, ഇവിടെ എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്, നിയമം കയ്യിലെടുക്കുകയാണ്, കൺമണി നീ പെട്ടെന്ന് തന്നെ ഒരു പരാതി എഴുതി തന്നെ, ഗാർഹിക പീഡനത്തിന് ഞാൻ ഇവളെ അറസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയാണ്, അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ നാത്തോനും തമ്മിൽ സംസാരിക്കുകയാണ്, ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പിച്ചും മാന്തും ഒക്കെ ചെയ്യും അല്ലേ കൺമണി എന്ന് കൺമണിയോട് ധനലക്ഷ്മി ചോദിക്കുമ്പോൾ കൺമണി അല്ല എന്ന് പറയുന്നു. എന്നിട്ട് കൺമണി വത്സല മേഡത്തോട് പറയാണ്, ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അപ്പം ഞാൻ പരാതി തരാമെന്ന് പറയുന്നു. അപ്പോൾ ധനലക്ഷ്മി അവിടെ നിന്ന് വേഗം മനോജേട്ടൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എസ്കേപ്പ് ആവുകയാണ്. അതിനുശേഷം വത്സല മേഡം കൺമണിയോട് ചോദിക്കുകയാണ്, എടി കൊച്ചെ നിന്റെ ആളെവിടെയാ, അയാൾ വന്ന് നിന്നെ വിളിച്ചിട്ട് പോകാൻ വല്ല ചാൻസും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വത്സല മേഡം പോവുകയാണ്. അതിനുശേഷം മാനസയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കൃഷ് റൂമിന് പുറത്തേക്ക് വരികയാണ്. മാനസ എന്നിട്ട് കൃഷിനോട് പറയാണ്, കൃഷ് വളരെ നന്ദിയുണ്ട്, എനിക്ക് നിന്നിൽ നിന്നും ഇപ്പോൾ വളരെയധികം കെയർ കിട്ടുന്നുണ്ട്, കല്യാണം കഴിക്കാൻ പോകുന്ന ആളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് കെയറാണ്, അതെനിക്ക് ഇപ്പോൾ കിട്ടിത്തുടങ്ങുന്നുണ്ട്, എനിക്ക് എത്രത്തോളം സന്തോഷമുണ്ടെന്നോ, പിന്നെ എനിക്കൊരു സഹായം ചെയ്യുമോ, നീ എനിക്കൊരു ചുക്ക് കാപ്പി ഇട്ട് തരുമോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ്, ചുക്ക് കാപ്പി തന്നെ വേണോ, കാപ്പി പോരെ, എനിക്ക് ചുക്ക് കാപ്പിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ മനസ്സ് പറയാണ്, അത് പറഞ്ഞാൽ പോരാ, എനിക്ക് ചുക്ക് കാപ്പി തന്നെ വേണം, നീ തന്നെ ഉണ്ടാക്കി തരണമെന്ന് പറയാണ്. അപ്പോൾ കൃഷി ഒരു നിമിഷം ചിന്തിക്കുകയാണ്, ചുക്ക് കാപ്പി കുടിച്ച് അവളുടെ പനി വേഗം കുറയുമല്ലോ, അപ്പോൾ എനിക്ക് വേഗം കൺമണിയെ കാണാൻ പോവാം, കാപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കൺമണിയെ തന്നെ വിളിച്ചു ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് കൃഷി വേഗം അടുക്കളയിലേക്ക് പോവാണ്. എന്നിട്ട് കൃഷി ഫോൺ എടുത്തിട്ട് വേഗം കൺമണിയെ വിളിക്കുന്നുണ്ട്. കൺമണിയെ വിളിക്കുന്ന സമയത്ത് അവിടെ ഗോകുലും ഉണ്ടാവും. റിങ് ചെയ്യുന്നത് കേട്ടിട്ട് ഗോകുല് വേഗം ഫോൺ കൊണ്ടുപോയിട്ട് കൺമണിയുടെ അടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കൃഷ് സാറാണെന്ന് പറയുന്നു. ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് കൺമണി കൃഷിനോട് ചോദിക്കുകയാണ്, സാർ ഇതെവിടെയാ, ഇനിയും വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ്, ഇപ്പൊ തന്നെ ഇറങ്ങും, പക്ഷെ അതിനു മുന്നേ എനിക്ക് നിന്റെ ഒരു സഹായം വേണം എന്ന് പറയാണ്. അപ്പോൾ കൺമണി എന്ത് സഹായം സാറിന് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ്, എനിക്ക് ഒന്ന് ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ കൺമണി കൃഷിനോട് ചോദിക്കാണ്, സാർ എന്താ എന്നെ കളിപ്പിക്കുകയാണോ, ഇവിടെ ആകെ പ്രശ്നത്തിൽ നിൽക്കാൻ ഞാൻ, വേഗം വായോ, ഇതിപ്പോൾ എന്തിനാ ചുക്ക് കാപ്പി
ഉണ്ടാക്കാൻ പറഞ്ഞു തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ് മാനസിക്ക് വേണ്ടിയിട്ടാണ്, അവൾക്ക് നല്ല കടുത്ത പനി, അപ്പോൾ വേഗം ചുക്ക് കാപ്പി ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ കൺമണിക്ക് മാനസികാണെന്ന് പറയുമ്പോൾ അതൊട്ടും തന്നെ ഇഷ്ടാവുന്നില്ല. എന്നിട്ട് കൺമണി കൃഷിനോട് ചോദിക്കുകയാണ്, അവൾക്ക് ശരിക്കും പനി തന്നെയാണോ അതോ അവൾ അഭിനയിക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി അല്ല, ഇത് അവൾക്ക് ശരിക്കും പനിയാണെന്ന് പറയുന്നു. അപ്പോൾ കൺമണി ചോദിക്കുകയാണ്, സാറിനതെങ്ങനെ മനസ്സിലായി, അവളെ തൊട്ടു നോക്കിയോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ്, ഞാൻ അവളുടെ നെറ്റിയിലൊന്ന് തൊട്ടു നോക്കി, അപ്പോൾ അവൾക്ക് നല്ല പനിയുണ്ട് എന്ന് പറയുന്നു. ശരി ശരി, ഞാൻ എന്തായാലും ചുക്ക് കാപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് കൺമണി കൃഷിന് ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കുകയാണ്. കൺമണി പറയുന്നതിനനുസരിച്ച് കൃഷി ഓരോരോ സാധനങ്ങളും വെച്ചുകൊണ്ട് കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാനസ വരികയാണ്. കൃഷി കൺമണിയെ വിളിക്കുന്നത് കാണുമ്പോൾ മാനസയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മാനസ മനസ്സിൽ ചിന്തിക്കുകയാണ്, എനിക്ക് കാപ്പി ഉണ്ടാക്കി തരാൻ ഇവളുടെ കാലു പിടിക്കണോ, എന്തായാലും ഞാൻ ഇവൾക്കൊരു പണി വെച്ചിട്ടുണ്ട്, ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മാനസ കൃഷിന്റെ ബാക്കിൽ കൂടി പോയിട്ട് കൃഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് മാനസ കൃഷിനോട് പറയാണ്, താങ്ക് യു കൃഷി എനിക്ക് വേണ്ടി എത്ര ആത്മാർത്ഥമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, എനിക്കിപ്പോൾ കോഫിയൊന്നും വേണ്ട കൃഷി ഇങ്ങനെ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ തന്നാൽ മതി, നേരത്തെ എന്നെ ചേർത്ത് പിടിച്ചില്ലേ അതുപോലെ ഒന്ന് ചെയ്യേ എന്ന് കൃഷിനോട് മാനസ പറയുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന കൺമണിക്ക് വളരെ സങ്കടവും ദേഷ്യവും വരുന്നുണ്ട്. അതിനുശേഷം കൺമണിയെ കാണിക്കാൻ വേണ്ടിയിട്ട് മാനസ വീണ്ടും കൃഷിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. കൃഷി വിട് മാനസ വിട് എന്ന് പറഞ്ഞിട്ടും മാനസ വിടാതെ നിൽക്കുമ്പോൾ കൃഷി മാനസയെ പിടിച്ച് തള്ളുന്നു. കൺമണിക്കാണെങ്കിൽ ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന് ഫോണ് കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം കൺമണി കൃഷിനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നോർത്തിട്ട് മാനസിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് അടുക്കളയിൽ നിന്നും മാനസ പോവുകയാണ്. കൃഷിയാണെങ്കിൽ എല്ലാം തകർന്നു എന്ന നിലയിൽ നിൽക്കുകയാണ്. അതിനുശേഷം ജയിലിൽ ബലരാമനെയും സഹദേവൻ പോലീസിനെയും കാണിക്കുകയാണ്. സഹദേവൻ പോലീസ് ബലരാമനോട് പറയുന്നുണ്ട്, എന്നെ കൊടുക്കാൻ നോക്കിയത് ആ സാഗറും സുജാതയും പിന്നെ അവരുടെ മോൻ കൃഷുമാണ് എന്ന് പറയുമ്പോൾ ബലരാമൻ സഹദേവൻ സാറിനോട് പറയാണ്, അങ്ങനെയല്ല, അവര് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്. അവരെന്നെ മോനെ എന്ന് വിളിച്ചപ്പോൾ മുതൽ ഞാൻ അവരെ അച്ഛനും അമ്മയും എന്ന നിലയിൽ കാണാൻ തുടങ്ങിയതാണ്. അവരെ ഒരിക്കലും എനിക്ക് തെറ്റു പറയാൻ പറ്റില്ല എന്ന് ബലരാമൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വേറൊരു പോലീസ് വരികയാണ്. എന്നിട്ട് സഹദേവനോട് പറയാണ്, ഇയാളെ കാണാൻ ഒരു വിസിറ്റ് ഉണ്ട്, ഭാഗ്യശ്രീ എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ബലരാമൻ സഹദേവനോട് പറയാണ്, സാർ എൻ്റെ അനിയത്തിയാണ് അത്, എനിക്ക് അവളെ കാണണം എന്ന് പറഞ്ഞിട്ട് ബലരാമൻ ഭാഗ്യശ്രീയെ കാണാൻ വേണ്ടി പോവുകയാണ്. ഭാഗ്യശ്രീ അപ്പോൾ ഒരു പേനയും പേപ്പറും പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. എന്നിട്ട് ബലരാമനെ കാണുമ്പോൾ ഭാഗ്യശ്രീ പറയാണ്, ഏട്ടാ ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്യേ, ജാമ്യത്തിൽ ഇറക്കാനുള്ള പേപ്പറാണ്, ഇന്ന് തന്നെ ബെയിൽ അപ്ലിക്കേഷൻ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ബലരാമൻ ഭാഗ്യശ്രീയോട് പറയാണ്, ഇല്ല ഞാൻ ഇതിൽ സൈൻ ചെയ്തില്ല, ഷൺമുഖം വക്കീൽ എൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുവരും, എൻ്റെ മുന്നിൽ നിർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം എന്താണോ പറയുന്നത് അതുപോലെ ഞാൻ ചെയ്യുള്ളൂ എന്ന് ബലരാമൻ ഭാഗ്യശ്രീയോട് പറയുമ്പോൾ ഭാഗ്യശ്രീ ദേഷ്യം വന്നിട്ട് ബലരാമനോട് പറയാണ്, ഏട്ടനും ഇപ്പോഴും അത് വിശ്വസിച്ച് നടക്കല്ലേ, അയാൾ ഒരു ക്രിമിനലാണ്, നമ്മളുടെ അമ്മയും അച്ഛനും പറയുന്നതിനനുസരിച്ചിട്ടാണ് അയാൾ ഓരോന്നും ചെയ്യുന്നത്, അമ്മയെ ഇനി ഏട്ടൻ വിശ്വസിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ബലരാമൻ പറയാണ്, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അമ്മയെ തള്ളി പറയില്ല, യഥാർത്ഥ അച്ഛനെയും അമ്മയും അവര് മുന്നിൽ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്, അവരാദ്യം അത് കൊണ്ടുവരട്ടെ, ഞാനിപ്പോൾ ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്, എനിക്ക് ആ ലക്ഷ്യം സാധിച്ചെടുക്കണം, നീയിപ്പോൾ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ബലരാമൻ പോവുകയാണ്.